ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്ഥിരമായിട്ട് അബുദാബി എയർപോർട്ടിൽ നിന്നാണ് ഇദ്ദേഹം ടിക്കറ്റ് പർച്ചേസ് ചെയ്യാറ്. എന്നെങ്കിലും ഒരിക്കൽ വിൻ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ടിക്കറ്റ് പർച്ചേസ് ചെയ്യാറ്. അതായത് 1981 മുതൽ അബുദാബിയിൽ താമസിക്കുന്ന അഹമ്മദ് ഇസ ഇബ്രാഹിം ആണ് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത്. അദ്ദേഹം അഡ്നോക്ക് ജീവനക്കാരനായിരുന്നു. സ്ഥിരമായിട്ട് അബുദാബി എയർപോർട്ടിൽ നിന്ന് ടിക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഇദ്ദേഹം ഓഗസ്റ്റ് 5-ാം തീയതിയാണ് ടിക്കറ്റിൽ നിന്ന് ടിക്കറ്റ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അടുത്ത ദിവസം തന്നെ ഇദ്ദേഹത്തിന് വിൻ ചെയ്യാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. അതായത് ടിക്കറ്റിന്റെ ഡെയിലി ഡ്രോയിൽ ഓഗസ്റ്റ് 5-ാം തീയതി നടന്നിട്ടുള്ള ഡ്രോയിൽ ഇദ്ദേഹമാണ് വിൻ ചെയ്തിട്ടുള്ളത്. ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത് 50,000 ദിർഹമാണ്. നാട്ടിലെ 11 ലക്ഷം രൂപക്ക് മുകളിലാണ്. അദ്ദേഹത്തിന് കുറച്ച് ബാധ്യതകളുണ്ട്. അത് വീട്ടാൻ ആ ഒരു കാശ് ഉപയോഗിക്കും. പിന്നെ കുറച്ച് കുട്ടികൾക്ക് സമ്മാനമായിട്ട് നൽകേണ്ടതുണ്ട്. അത് മാത്രമല്ല ഭാര്യയ്ക്ക് കുറച്ച് സ്വർണവും വാങ്ങുമെന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഒരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട്, എന്നെങ്കിലും ഒരിക്കൽ ടിക്കറ്റിൽ വിൻ ചെയ്യൂന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് സ്ഥിരമായിട്ട് ഞാൻ ടിക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതെന്നും കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിന് ഇനിയും അവസരമുണ്ട്. അതായത് ഈ ടിക്കറ്റിൽ തന്നെ വിൻ ചെയ്യാനുള്ള അവസരമുണ്ട്. സെപ്റ്റംബർ 3 നടക്കുന്ന മെയിൻ ഡ്രോയിൽ 15 മില്യൺ ദിർഹം വരെ വിൻ ചെയ്യാനുള്ള അവസരം കൂടി അദ്ദേഹത്തിനുണ്ട്. അപ്പൊ നിങ്ങൾക്കും ഇതേ രീതിയിൽ വിൻ ചെയ്യാൻ പറ്റും. സ്ഥിരമായിട്ട് ടിക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഒരുപക്ഷെ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ഒരിക്കൽ ടിക്കറ്റിൽ വിൻ ചെയ്യാൻ പറ്റും. അപ്പൊ വീഡിയോ ആദ്യമായി കാണുന്ന ആൾക്കാരാണെങ്കിൽ ടിക്കറ്റിൽ എങ്ങനെയാണ് ഓൺലൈൻ ത്രൂ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്ത് ടിക്കറ്റ് പർച്ചേസ് ചെയ്യാന്നുള്ളതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. താല്പര്യമുള്ള ആൾക്കാരെ വീഡിയോ കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സപ്പോർട്ട് കമന്റ് അറിയിക്കുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.